വടക്ക് കിഴക്ക് ഭാഗത്ത് വന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തെ വളരെ വളരെ മോശമായ രീതിയിൽ സ്വാധീനിക്കും. നല്ലതാണെങ്കിൽ വളരെ നല്ല ഗുണങ്ങൾ തരികയും ചെയ്യും. വടക്കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ, മരങ്ങൾ ഒന്നും തന്നെ പാടില്ല. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാം. കന്നിമൂലയെ പറ്റി എല്ലാവർക്കും ഒരു ധാരണയും ഒരു പേടിയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും കന്നിമൂലയെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കന്നിമൂലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണിന് കൊടുക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ കന്നിമൂലയേക്കാൾ പ്രാധാന്യമുള്ള വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണാണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വീട്ടിൽ വാസ്തുപുരുഷൻ ആ ഒരു വസ്തുവിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണിൽ ശിരസ് വെച്ച് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂലയിൽ പാദം വെച്ചിട്ടാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? അദ്ദേഹത്തിന്റെ ശിരസ്സാണ്. അപ്പൊ ആ ശിരസ് ഈ വാസ്തുപുരുഷന്റെ എവിടെ ഇരിക്കുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പം അത് അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ദിക്കായിട്ടാണ് അതിനെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തെ വളരെ വളരെ മോശമായ രീതിയിൽ സ്വാധീനിക്കും. നല്ലതാണെങ്കിൽ വളരെ നല്ല ഗുണങ്ങൾ തരികയും ചെയ്യും. അപ്പോൾ വടക്ക് കിഴക്ക് വശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്ന, ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. അത് വീട്ടിലായാലും ശരി തന്നെ, വസ്തുവിലായാലും ശരി തന്നെ. ഇപ്പൊ പലരും ആ ഭാഗത്ത് ഇഷ്ടം പോലെ പല വീടുകളിലും നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് ചെല്ലുമ്പം ഒത്തിരി മാവുകളൊക്കെ വടക്കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന കാണാം. ഒരു വീട്ടിൽ ചെന്നിട്ട് കൺസൾട്ടിങ് ചെയ്യുന്നപ്പോഴത്തേനും നല്ലൊരു മാവ് അവിടെ നിൽക്കുന്നു, ശരിക്കും മാങ്ങയും പിടിച്ച് നിൽക്കുന്നു. പക്ഷെ ആ വടക്ക് കിഴക്ക് ഭാഗം മൊത്തം അടഞ്ഞുകൊണ്ടാണ് ഈ ഒരു മാവ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ വടക്ക് കിഴക്ക് ഭാഗത്താണ് വീട്ടിലേക്കുള്ള ഒരു ഊർജം കടന്നു വരുന്നത്. അതിനെ മറച്ചുകൊണ്ട് ഈ ഒരു മാവ് അവിടെ നിൽക്കുമ്പോൾ അത് ആ വീട്ടിലേക്ക് വരുന്ന എനർജി എല്ലാം ഈ മാവ് വലിച്ചെടുക്കുകയും ഈ മാവ് നല്ല ഫലപുഷ്ടിയായി വളരുകയും അതിന് കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് പറയാനും ബുദ്ധിമുട്ട്, വീട്ടുകാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ട്. ആ രീതിയിലാണ് ഈ ഒരു വൃക്ഷം, അത് മാവെന്നല്ല എന്ത് വൃക്ഷമായാലും അവിടെ അത്രയും ഫലപ്രദമായിട്ട് അത് വളരും. അപ്പം ഒരു കാരണവശാലും വടക്കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല. വടക്കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ, മരങ്ങൾ ഒന്നും തന്നെ പാടില്ല. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാം. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അവിടെ ഒരു വാട്ടർ ബോഡി വെക്കാം, ഒരു സ്വിമ്മിംഗ് പൂൾ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കിണർ വെക്കാം, സമ്പ് വെക്കാം, ബോർവെല്ല് വെക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് കടന്നു വരാവുന്ന പ്രധാന ഗേറ്റ് വടക്ക് കിഴക്കിന്റെ വടക്കിലോ കിഴക്ക് ഭാഗത്തോ വയ്ക്കാം. അതല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് പാടില്ല. പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്, കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത്, ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണറുണ്ട്, അതിനോട് ചേർന്നിട്ട് ഒരു കുളിമുറിയും ടോയ്ലറ്റും കൂടെ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പഴയ വീടുകളിലെല്ലാം, ഒരു 10-25 വർഷത്തിന് മുമ്പുള്ള വീടുകളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ അവിടെ ഉണ്ടായിരിക്കും. അത് അവരെ പല രീതിയിലും സാരമായി ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ടോയ്ലറ്റും ആ ഒരു ബാത്റൂം കൂടെ പൊളിച്ചു കളഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ള വീടുകളുണ്ട്, ഉണ്ടായിട്ടുള്ള വീടുകളുണ്ട്. എനിക്കത് നേരിട്ട് അനുഭവമുള്ള വീടുകളുണ്ട്. അപ്പോൾ വടക്കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതികളും ചെയ്യാൻ പാടില്ല. നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് ഡ്രാഗൺ ടർട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടൂളാണ്. 2026 സംബന്ധിച്ചിടത്തോളം ഇത് വീടിന്റെ സെൻട്രൽ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ വെക്കാം. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് അവരുടെ കുട്ടികളുടെ ബെഡ്റൂമിന്റെ വെളിയിൽ വെക്കുന്നത് ഡ്രാഗൺ ഗേറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഓരോ തവണ റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇവർക്ക് ഒത്തിരി വിജയങ്ങൾക്ക് സാധ്യത ഇതുകൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഉലു എന്ന് പറയുന്നൊരു കായാണ്. കലാഭാഷം എന്ന് മറ്റൊരു പേരുണ്ട്. ഇത് നമുക്ക് കിടക്കുന്ന ബെഡിന്റെ സമീപത്ത് ഇടുന്നത് പെട്ടെന്ന് ഹെൽത്ത് മെച്ചപ്പെടാൻ നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.